ബഹുമാനമില്ലാത്ത, പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത, ഏകാധിപത്യ പ്രവണത മാത്രം കാണിക്കുന്ന തരത്തിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം അവരുടെ മാധ്യമ സ്വാധീനമാണ്. ദേശീയ ചാനലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനലുകളിൽ 99%, ഹിന്ദി ചാനലുകളിൽ 99% സർക്കാർ പക്ഷം മാത്രം പറയുന്നവരാണ്. രാജ്യത്ത് എന്തുണ്ടായാലും സുഹൃത്തുക്കളെ, ജൻസി പ്രക്ഷോഭത്തിനിടയ്ക്ക് അത് നെഗറ്റീവായിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വന്ന ഗോദി മീഡിയയെ അവിടെയുള്ള പിള്ളേര് കളിപ്പിച്ച് ഓടിപ്പിച്ച് വിടുന്ന ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഏഷ്യാനെറ്റിൽ ഈ ഒരു പ്രസംഗവും കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയത് അത്ഭുതങ്ങളാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ അല്ലേ ഏത് നിമിഷം വേണമെങ്കിലും ഏഷ്യാനെറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടാം. ഏഷ്യാനെറ്റിന്റെ തലപ്പത്തുള്ളത് ഒരു BJP നേതാവാണ്, രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ആ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ മോദി വിരുദ്ധ, BJP വിരുദ്ധ വർത്തമാനങ്ങളാണ്. മോദി വിരുദ്ധ വർത്തമാനവും BJP വിരുദ്ധ വർത്തമാനവും പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പം തന്നെ രാജ്യവിരുദ്ധമാണ് എന്ന് പറയുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ മിണ്ടായിരുന്നോളെ. എൻ്റെ സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ സമരത്തിനിടയ്ക്ക് ഒരു തവണ പോലും നമ്മുടെ നാഷണൽ മീഡിയാസുകൾ, മലയാളം മീഡിയാസുകൾ ഒഴിവായിക്കോളൂ, നാഷണൽ മീഡിയാസുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ഒരു 5-10 മീഡിയാസ് മാത്രമാണ് ഈ ജൻസികളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഈ സമരത്തെ. ബാക്കിയുള്ള റിപ്പബ്ലിക് പോലെയുള്ള, NDTV പോലെയുള്ള, സി പോലെയുള്ള, Z പോലെയുള്ള ചാനലുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് ഇവരെന്തോ തീവ്രവാദികളാണ് എന്ന നിലയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യാൻ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൻസി പിള്ളേർക്കുള്ള ഒരു വലിയ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികം കൂടുതൽ വാക്കുകളൊന്നും ചിലപ്പോൾ അവർ ഉപയോഗിക്കില്ല. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവർ കാര്യം പറഞ്ഞു കളയും. തീവ്രവാദികൾ എന്ന് വിളിച്ചപ്പോൾ ഈ ജൻസി പിള്ളേർ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, നിന്റെ തന്തയാണ് തീവ്രവാദി എന്നാണ്. ആ വർഗീയവാദി എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ബാക്കിയുള്ള തന്തമാരാണ് അത് എന്ന് ഇവർക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക മുൻവിധികളില്ലാതെ, ഒരു തരത്തിലുള്ള ചിന്തയില്ലാതെ ഇവർ വിളിച്ച് പറയും. സത്യം പറഞ്ഞാൽ അതിന് മുമ്പിലാണ് ഈ മോദി അടക്കമുള്ള ആളുകളൊക്കെ പരാജയപ്പെട്ടു പോയത്. രാഹുൽ ഗാന്ധിയെ മറ്റൊക്കെ നിങ്ങൾ ചാരനാണ്, ചൈനീസ് ചാരൻ എന്നൊക്കെ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾക്ക് ഒന്ന് ഭയപ്പെടും. അയ്യോ, എന്നെ അങ്ങനെ ഒരു ലേബൽ ഒട്ടിച്ച് എന്നെ മാറ്റുകയാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ അവർ ഭയപ്പെട്ടു. ഈ പിള്ളേർക്ക് ഒരു ഭയവുമില്ല. തീവ്രവാദി വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ തന്തയാണ് തീവ്രവാദി എന്ന് ഒരു മടിയും കൂടാതെ, ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പ്രശ്നങ്ങളും ഇല്ലാതെ ഇവർ പറയുന്നുള്ളതാണ്. അതാണ് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം. എന്തായാലും അതവിടെ കിടക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചാനലുകളിൽ കണ്ടത് അപമാനിക്കപ്പെടുന്ന ഈ ഗോദി മീഡിയക്കാരാണ്. ഒരാളെ കണ്ടു നോക്കൂ, ഇതാ. ഗോദി മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ അപമാനിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. ആ മനുഷ്യന്റെ പേര് കപിൽ റാവുത്ത് എന്നാണ്. ജേർണലിസ്റ്റാണ്, ഒരു നമ്പർ 1 ജേർണലിസ്റ്റാണ്, ഒരു രക്ഷയില്ല, ഒരു നമ്പർ 1 ജേർണലിസ്റ്റാണ്. കപിൽ റാവുത്തിനെ ചുറ്റും കൂടി നിന്നിട്ട് ഈ പിള്ളേര് ഗോദി മീഡിയ, ഗോ ബാക്ക് ഗോദി മീഡിയ എന്നൊക്കെ പറയുമ്പോൾ കപിൽ റാവുത്ത് കണ്ണു നിറഞ്ഞ് നിശബ്ദനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊരു മകളുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ നടക്കുന്ന സമരങ്ങൾ മുഴുവനെന്ന് കൃത്യമായിട്ടും അവർക്കറിയാം. കപിൽ റാവുത്തിന് അറിയാം. പക്ഷെ വേറെ രക്ഷയില്ല. ചാനൽ മുതലാളിമാർ പറയുന്നത് മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ കണ്ണ് നിറയ്ക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട കാഴ്ച അത് മാത്രമായിരുന്നു. പക്ഷെ അതിനൊക്കെ ശേഷം ഈ കുട്ടികൾ പോയിട്ട് ആ കപിൽ റാവുത്തിനോട് മാപ്പ് പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. എന്തൊരു സൗന്ദര്യമുള്ള കാഴ്ചയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. എന്തൊരു സൗന്ദര്യമുള്ള കാഴ്ചയെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് കാണൂ, ഇതാ. सर एकदम बिग फैन सर, बहुत अच्छा लगा। आप जो आपका पेशेंस था उस समय वो देख के मजा आ गया। ऐसा पेशेंस चाहिए हमको। मैडम एक दूसरा वीडियो सही है पूरा। ये तस्वीरें आप देख सकते हैं। कपिल यहाँ पर जितने भी जेनजी प्रोटेस्टर्स हैं उनसे मिल रहे हैं। सभी लोग നിങ്ങൾ എന്താ ജൻസികളെ കുറിച്ച് വിചാരിച്ചേ? നിങ്ങൾ എന്ത് തന്നെ വിചാരിച്ചാലും ഇത്രയും പരസ്പര ബഹുമാനത്തോടു കൂടി ഇടപെടുന്ന,
ഞങ്ങൾ ഒരിക്കലും അപമാനിച്ച ആളുകളാണ്, വേണമെങ്കിൽ അദ്ദേഹത്തെ ശത്രുവായിട്ട് വേണമെങ്കിൽ ഈ സമരത്തിന്റെ അവസാനവും ഇനിയും കാണാം. പക്ഷെ ജെൻസി പിള്ളേർ അതിന് തയ്യാറാകുന്നില്ല. അവരെ തങ്ങൾ അപമാനിച്ചത് ഇന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്, ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു വിഷയം കഴിഞ്ഞിരിക്കുന്നു, ഇനി ആ ഒരു സംഗതി ഇല്ല. പക്ഷെ ആ ഒരു മനുഷ്യനെയല്ല അപമാനിക്കുന്നത്, അവരുടെ ആശയങ്ങളെയാണ്, അവരുടെ ചാനലിന്റെ ആശയങ്ങളെയാണെന്ന് കൃത്യമായിട്ട് ബോധ്യം ആ പിള്ളേർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനോട് നിങ്ങളുടെ ഫാനാണ് ഞങ്ങൾ സാർ, നിങ്ങളുടെ ഫാനാണ് ഞങ്ങൾ സാർ, പക്ഷെ ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് അങ്ങനെ അപമാനിച്ചതിന് ശേഷം പിന്നീട് മാപ്പ് പറയുന്ന കാഴ്ചയാണ്. ആ കുട്ടികളെല്ലാം ചുറ്റും കൂടി നിന്നിട്ട് മാപ്പ് പറയുന്നു, കൈകൾ കൊടുക്കുന്നു. എന്തൊരു സ്നേഹം നോക്കൂ. इनको धन्यवाद कर रहे हैं, सभी लोग इनको शुक्रिया अदा कर रहे हैं और कपिल खुद भी कह रहे हैं कि आप लोगों ने हमारे साथ जो भी किया वो बुरा नहीं था। कपिल जी क्या कहेंगे आप, आखिरकार वो क्या मौका? कुछ नहीं था, वो अपना मुद्दा मान रहे थे, बाकी कुछ नहीं। हम लोग अच्छे, दोनों रिलेशन अच्छे हैं, किसी ने बदतमीजी नहीं की थी, सब लोग अच्छे हैं, सब किसी ने बदतमीजी, मैंने किसी भी किधर भी नोट नहीं किया कि ट्रोल किया या बदतमीजी किया, मैंने एक भी वर्ड कभी यूज नहीं किया। सब मेरे ही लड़के लोग हैं, मैं उनके साथ उनके भावना की कदर करता हूँ, तो इंडिया सबसे आगे बढ़ने वाला है। പോരെ? അപ്പം നമ്മൾ ഈ അപമാനിച്ച ദൃശ്യങ്ങൾ മാത്രമല്ല, അതിനുശേഷം വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തോട് പോയി മാപ്പ് പറയാൻ തയ്യാറാകുന്നു ക്രൊക്കോച്ച് പാർട്ടിയിലുള്ള ആൾക്കാർ കൂടി. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറഞ്ഞ സൗന്ദര്യമുള്ള കാഴ്ചയാണ്. ഇനിയുണ്ട്. സോറി സാർ. കണ്ടില്ലേ, അദ്ദേഹവും ഇമോഷണൽ ആയി പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് സൗന്ദര്യം. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് BJP ഗവൺമെന്റ് തീവ്രവാദികളെന്ന് വിളിച്ചത്. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് ഖലിസ്ഥാനികളാക്കി മാറ്റുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഇവർ തീവ്രവാദികളും ചൈനയിൽ നിന്ന് ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നവരാണെന്നും പാകിസ്ഥാന്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നവരാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവിടെ ഏറ്റവും ഭീകരവാദികൾ ആരാണ്? ഇങ്ങനത്തെ കുട്ടികളാണ് നമ്മുടെ ഭാവിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അവർക്ക് പോലും അറിയാത്ത, പേര് പോലും അറിയാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയ കുട്ടികൾക്ക് വേണ്ടി സമരം ചെയ്ത് നീതി നേടിക്കൊടുത്ത പിള്ളേർ. ബിഗ് സല്യൂട്ട്. ബൈ.